ബാലജനസഖ്യ സർഗോത്സവം സംഘടിപ്പിച്ച പിറവം യൂണിയൻ കലാമേള. പിറവം എംഎൽഎ അഡ്വക്കേറ്റ് അനൂപ് ജേക്കബ് സർഗോത്സവത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. ഏറ്റവും കൂടുതൽ പോയിന്റുകൾ നേടിയ ശാഖയ്ക്കുള്ള അവാർഡ് വിതരണവും ചടങ്ങിൽ നടന്നു. കേരള വിഷൻ എന്നും ജനങ്ങളോടൊപ്പം. അഖില കേരള ബാലജനസഖ്യ സർഗോത്സവം സംഘടിപ്പിച്ച് പിറവം യൂണിയൻ കലാമേള. യൂണിയൻ പ്രസിഡന്റ് റീവ് ഏലിയാസ് ജോണിന്റെ അധ്യക്ഷതയിൽ നടന്ന ചടങ്ങിൽ പിറവം എംഎൽഎ അഡ്വക്കേറ്റ് അനൂപ് ജേക്കബ് ഉദ്ഘാടനം നടത്തുകയും ബാലജനസഖ്യം ജില്ലാ കോർഡിനേറ്റർ അഭിലാഷ് നൈനാർ ആമുഖ പ്രസംഗവും യൂണിയൻ രക്ഷാധികാരി ജേക്കബ് തുമ്പയിൽ മുഖ്യപ്രഭാഷണം നടത്തുകയും ചെയ്തു. കുട്ടികളെ സംബന്ധിച്ച് നിങ്ങൾക്കുള്ള അവസരങ്ങൾ ഏറ്റവും ഫലപ്രദമായി വിനിയോഗിക്കുക എന്നുള്ളതാണ് ആവശ്യം. നിങ്ങളുടെ മുന്നിലുള്ളത് നന്നായി പഠിക്കുക, നിങ്ങൾക്കുള്ള അവസരങ്ങൾ നന്നായി വിനിയോഗിക്കുക. ഇന്നത്തെ കുട്ടികളെ നിങ്ങളെ സംബന്ധിച്ച് നിങ്ങൾക്ക് പഠിക്കാനുള്ള സൗകര്യങ്ങൾ കൂടുതൽ മികച്ച നിലയിലുണ്ട്. ഏത് കാര്യങ്ങളും നിങ്ങൾക്ക് കോച്ചിങ് വേണമെന്നുണ്ടെങ്കിൽ പോലും, നിങ്ങൾക്ക് സഹായം വേണമെന്നുണ്ടെങ്കിൽ പോലും അതുപോലെ വളരെ വേഗതയിൽ നിങ്ങൾക്ക് നിങ്ങളുടെ കരങ്ങളിലേക്ക് എത്തിച്ചേരുവാൻ കഴിയും. നിങ്ങൾക്ക് ഒരു എന്തെങ്കിലും അവതരിപ്പിക്കാനൊരു താല്പര്യമുണ്ട്. നേരത്തെ പലപ്പോഴും ഞാൻ ആദ്യം സൂചിപ്പിച്ചതുപോലെ ഇതുപോലുള്ള വേദികളാണ് ഏറ്റവും പ്രധാനം. അതായത് സോഷ്യൽ മീഡിയയുടെ പ്ലാറ്റ്ഫോം എന്ന് പറയുന്നത് നിങ്ങളുടെ കഴിവിനെ പാടാനുള്ളതാവാം, നൃത്തം ചെയ്യാനുള്ളതാവാം, അല്ലെങ്കിൽ ഏത് തരത്തിലുള്ളതാവാം. നിങ്ങളുള്ള ഒരു കലാകാരൻ ഉണ്ടെങ്കിൽ ആ കലാകാരനെ ലോകത്തറിയിക്കാൻ വളരെ എളുപ്പത്തിൽ സാധിക്കും. നിങ്ങൾ കഴിയുന്ന ഫോണിൽ കൊണ്ട് നിങ്ങൾ ചെയ്താൽ മതി. അത്ര വലിയൊരു പ്ലാറ്റ്ഫോം, അത്ര വലിയ വിശാലമായ ലോകത്തേക്ക് നിങ്ങൾ മാറിയിരിക്കുന്നു. അവസരങ്ങൾ ധാരാളമാണ് ഇന്നത്തെ തലമുറയെ സംബന്ധിച്ച്. പ്രോഗ്രാം കോർഡിനേറ്റർ ബിനു ഇടക്കുഴി സ്വാഗത പ്രസംഗവും സഹകാരി കൺവീനർ സോന സുധീഷ്, സെക്രട്ടറി ജെയിംസ് ബിനോയ്, ട്രഷറർ അദ്വൈത സനു എന്നിവർ ആശംസയർപ്പിച്ചു. തുടർന്ന് കുട്ടികൾക്കായുള്ള മത്സരങ്ങളും നടത്തി. സമാപന സമ്മേളനം ബാലജനസഖ്യം ജില്ലാ വൈസ് പ്രസിഡന്റ് മരിയ സൂസൻ എൽദോ ഉദ്ഘാടനം ചെയ്യുകയും ഏറ്റവും കൂടുതൽ പോയിന്റുകൾ സ്വന്തമാക്കിയ ശാഖയ്ക്ക് ഓവറോൾ ചാമ്പ്യൻസ് ട്രോഫി രക്ഷാധികാരി ജേക്കബ് തുമ്പയിൽ സമ്മാനിക്കുകയും ചെയ്തു. സർഗോത്സവത്തെക്കുറിച്ച് വിലയിരുത്തി റവറന്റ് ഫാദർ ഡോക്ടർ ജോൺ ജോർജ് എർണിയകുളത്തിൽ പ്രസംഗിച്ചു. ജോയിന്റ് സെക്രട്ടറി നേഹൽ ബിനു നന്ദിയും രേഖപ്പെടുത്തി. മൂല്യങ്ങൾ പറഞ്ഞു കൊടുക്കുക എന്നുള്ളതാണ് ബാലചിക്കം തുടങ്ങിയതിന്റെ ഉദ്ദേശം പോലും അതാണ്. നമുക്ക് നല്ല മൂല്യങ്ങൾ കുഞ്ഞുങ്ങളിൽ എത്തിക്കുക. ആ മൂല്യങ്ങൾ എത്തുന്നതിലൂടെ സമൂഹത്തിലും കുടുംബത്തിലും ഈ കുട്ടിക്ക് തന്നെ ഒരു നല്ല ജീവിതം, സുരക്ഷിതമായ ഒരു ജീവിതം പ്രദാനം ചെയ്യാന്നുള്ളതാണ് സഖ്യത്തിന്റെയൊക്കെ ഉദ്ദേശം. ന്യൂസ് ബ്യൂറോ ഐ വിഷൻ പിറവം. IT രംഗത്ത് തൊഴിലുറപ്പാക്കാം കേരള വിഷൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജിയിലൂടെ. IT മേഖലയിൽ ഏറ്റവും കൂടുതൽ തൊഴിൽ സാധ്യതയുള്ള 3 മാസത്തെ CCNA നെറ്റ്വർക്കിംഗ് കോഴ്സിലൂടെ നിങ്ങൾക്കും മികച്ച ജോലി കണ്ടെത്താം. നിങ്ങളുടെ കരിയർ മികച്ചതാക്കാം. ISP സാങ്കേതിക പരിശീലനവും മികച്ച സാങ്കേതിക വിദഗ്ധരുടെ സേവനവും ആധുനിക സൗകര്യങ്ങളോട് കൂടിയ ലാബുകളും ഹോസ്റ്റൽ സൗകര്യങ്ങളും കഴിവുറ്റ വിദ്യാർത്ഥികൾക്ക് നൽകുന്ന 100% പ്ലേസ്മെന്റ് കേരള വിഷൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജിയെ വേറിട്ടതാക്കുന്നു. രാവിലെയോ വൈകിട്ടോ ഉള്ള ക്ലാസ് തിരഞ്ഞെടുത്ത് ഉടൻ തന്നെ നിങ്ങളുടെ സീറ്റ് ഉറപ്പാക്കൂ. കേരള വിഷൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി, നിയർ റെയിൽവേ സ്റ്റേഷൻ, പുതുക്കാട്.